ഇന്നത്തെ എപ്പിസോഡിൽ രവി അകത്തിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകാന്ത് വന്ന് ഉമ്മർത്ത് നിൽക്കുന്നത് കാണുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് സന്തോഷം ആവുച്ചാലും മുഖാകെ വേഗം പോവും. എന്നിട്ട് ഇങ്ങനെ വർഷം അടുത്തുണ്ടോ എന്ന് ഇങ്ങനെ നോക്കും. ആ സമയത്ത് വർഷ അവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രവിക്ക് ഭയങ്കര സന്തോഷമാവും. എന്നിട്ട് ചന്ദ്ര ഇത് ആരാ വന്നിരിക്കണേ നോക്കുമ്പോട്ട് ചന്ദ്രനൊക്കെ വിളിക്കും കേട്ടോ. ഇപ്പോൾ ചന്ദ്ര വന്നവരെ കാണുമ്പോൾ തന്നെ അയ്യോ മക്കളെ നിങ്ങൾ വന്നോ, എനിക്കറിയായിരുന്നു മോളെ ഞാൻ വിളിച്ചാൽ നീ വരുന്നത്, നിനക്ക് എന്നോട് അത്രയും സ്നേഹമാണെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയും. അതിനിവർ ഉള്ളിലേക്ക് വരും കേട്ടോ. ആ സമയത്ത് എന്താ പറയുക, സച്ചിയും രേവതിയും ശ്രുതിയൊക്കെ ഇറങ്ങി വരികയാണ്. അപ്പം നമ്മുടെ ശ്രുതിയാണെങ്കിൽ അടുക്കളയിലാവും കേട്ടോ. അപ്പോൾ അടുക്കളയിൽ നിന്ന് വന്ന് നോക്കുമ്പോൾ ഇവരെ കാണുമ്പോൾ തന്നെ ശ്രുതിക്ക് ആകെ ഇഷ്ടപ്പെടുന്നില്ല. ഓ ഇവർ വന്നോ, ഞാൻ വിചാരിച്ചിട്ട് വരില്ല എന്ന്. ഇനിയിപ്പോൾ ആ തള്ളയ്ക്ക് എന്നെ വേണ്ടി വരില്ല, ഇനി വർഷേനെ മാത്രം മതിയാവും, എന്നെ ഒരു ചവിട്ടിക്കൂട്ടി ഒരു മൂലയ്ക്കിടും എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് പറയും നീ വന്നോ, നീ ഇപ്പോഴൊന്നും വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്, നിനക്ക് സച്ചിയോടുള്ള ദേഷ്യമൊന്നും മാറിയിട്ടില്ല എന്ന് എനിക്ക് അറിയാം, എന്നിട്ട് നീ എന്തിനാ വന്നേന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ സച്ചിനെ രേവതിയുടെ ചെവിയിൽ പറയും പാർലറടുത്ത് കുതിത്തിരിപ്പ് തുടങ്ങി എന്നിങ്ങനെ പറയട്ടോ. അപ്പോൾ വർഷം വയ്ക്കും എന്തിനാ അപ്പം അതൊക്കെ പറയുന്നത്, അതൊക്കെ കഴിഞ്ഞ കാര്യമില്ലേ, അതൊക്കെ വിടുന്നു പറഞ്ഞിട്ട് കേക്കൊക്കെ മുറിച്ചിട്ട് എല്ലാവരും വായലൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴും ചന്ദ്ര പറയും മകള് വന്നത് ഞാൻ വിളിച്ചിട്ടാന്ന് എനിക്കറിയാം, ശ്രീകാന്തിന് എന്നോട് എത്ര സ്നേഹമുണ്ടോ അതിനേക്കാൾ സ്നേഹമുണ്ട് മോൾക്ക് എന്നോടെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയട്ടോ. അപ്പോൾ വർഷം പറയും ഞാൻ വരാൻ കാരണം ബാക്കിയുള്ളവർ മറ്റ് ചിലരാണെന്ന് പറയും. അപ്പോൾ തന്നെ രേവതി പറയും ആരെ പറഞ്ഞിട്ടായാലും എന്താ നിങ്ങൾ വന്നില്ലേ അത് മതി എന്നൊക്കെ പറയട്ടോ. അപ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് മനസ്സിലാകും സച്ചി രേവതിയും പറഞ്ഞിട്ടാണ് വന്നതെന്ന്. അതത്ര ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ.